എൻ്റെ പേര് പ്രസന്ന. എവിടാ സ്ഥലം എവിടാ? ഞാൻ തലശ്ശേരി. ഒരു വയസ്സായ വർത്താനം പറയുന്നത് കേട്ടിരുന്നു. ഞാൻ കോൺഗ്രസ് അല്ലേ, ഞാൻ BJP പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നേ. ഈ ഈ നിങ്ങൾ തന്നെ അവരെന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും വോട്ട് തരുമോ? അല്ല, അത്ര പോലും സഹികെട്ടിട്ടാണ് കോൺഗ്രസ്സുകാരിരിക്കുന്നത്. ഒരു ശരാശരി ഒരു കോൺഗ്രസ്സുകാരനായ ഒരു വ്യക്തിയുടെ ചിന്താഗതികളാണ് ഇപ്പോൾ ഇതിനകത്തൂടെ ITV ന്യൂസിലൂടെ അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസ്സുകാരാ 90% വിളിക്കുന്നത്. അതെ അതെ. അല്ല, ഞാൻ നിങ്ങൾ BJP-ക്കാരൻ കേട്ടിട്ട് പോലും വിഷമം തോന്നിയോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി ഇതാക്കുന്ന എനിക്ക് ഇഷ്ടം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടം തന്നെയാണ്. ഈ കളവന്മാരെല്ലാം ശരി പോണ്ട ആൾക്കാർ തന്നെയാണ്. വയസ്സയാൾ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ അവരെന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ ജയിക്കുക. ലവന്മാര് BJP സത്യം പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കുവാണ് കോൺഗ്രസിലെ നേതാക്കന്മാര്. ഈ സതീശനും ഈ കടൽക്കിഴവന്മാരും ഒക്കെ ഇതുപോലെ ഇടിച്ചിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുമ്പം, അതായത് കോൺഗ്രസിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളും മനസ്സുമെടുത്ത് BJP-ക്ക് കുത്തു ഇത്തവണ. അല്ല, അത് സന്തോഷം തന്നെ, കുത്തിക്കോട്ടെ, അതിനെനിക്കത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുക, ഈ സതീശനെയും സുധാകരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അയാളെ ഇഷ്ടം. മറ്റേ ഈ കടവന്മാരെല്ലാം ശരി തന്നെയാണ്, അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം നിൽക്കുകയാണെങ്കിൽ അവർക്കെല്ലാം വോട്ട് കൊടുക്കുമോ, നിങ്ങൾ ജയിക്കുമോ ചോദിക്കുന്നത്. അല്ല, അന്നേരം ബുദ്ധിയുള്ള BJP-ക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല മിടുക്കന്മാരായിട്ടുള്ള, അതായത് ഈ കടൽക്കിഴവന്മാരെന്ന് ഈ കോൺഗ്രസ്സുകാർ വെറുക്കുന്നവന്മാരുണ്ടല്ലോ, VD സതീശന്, രമേശ് ചെന്നിത്തല, ഈ മറ്റേ കിങ്ങിണി മുരളി, പിന്നെ ഇതുപോലത്തെ മറ്റേ കൊടിക്കുന്നിൽ സുരേഷ്. നിങ്ങളുടെ വർത്തമാനം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ നിങ്ങളെ ഞാനോ പേരിടുന്ന അല്ലെ ജനങ്ങൾ പേരിടുന്നതാ? ഞാനിടുന്നതല്ല, ഇത് ജനങ്ങൾ ഇടുന്ന പേരല്ലേ. അതെ, എനിക്കങ്ങ് സങ്കടം വന്ന്. എന്താ വെച്ചാല് മാങ്കുട്ടത്തിന് എനിക്ക് ഇഷ്ടാട്ടാ. അതുകൊണ്ടല്ലേ സകല പാർട്ടിക്കാരും രാഹുലിന് അനുകൂലമായിട്ട് വിളിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ഇത്രയും വിരോധം വരാൻ കാരണം എന്താ? ഈ സ്വന്തം പാർട്ടിയിലെ ഈ വെടക്കച്ചൻ എന്ന് പറയുന്ന ഈ നെട്ടൂരിലെ പഴയ മണി ചെയ്തിട്ടുകാരൻ, ഈ തേങ്കണി, നമ്മളിപ്പോ നമ്മളെ കൂട്ടത്തില് അത് ചെറിയ ചെക്കനാണ്. അതിൻ്റെ അകത്ത് വല്ല ഇതും ഉണ്ടെങ്കിൽ നമ്മള് അത് പുറത്തു പറയാണ്ട് അതിനെ ഒന്ന്, ചെറിയ മക്കളല്ലേ, അതിനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ശത്രുക്കൾ പോലും ഇങ്ങനെ പറയുന്നു. അന്നേരം ഇവന് സ്വന്തം, അതായത് ഇവന് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത ഈ സതീശൻ എന്ന് പറഞ്ഞവനെ അമ്മയൊക്കെ ഒരു 2-3 വർഷം പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല. അന്നേരം ഇവനെ ഇപ്പൊ ഈ രാഹുലിനെതിരെ ഈ പാര പടന്നപ്പോഴാണ് ഇവനെ ജനങ്ങൾ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്നേരം ഇവന് ഇയാളുടെ ഭാഗം പോലും കേൾക്കാതെ എന്റെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നും പറഞ്ഞ് ഇയാൾ ഏകപക്ഷീയമായിട്ട് ഇയാളുടെ ഒരൊറ്റ പിടിവാശി നിലപാടുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മാങ്കൂട്ടത്തിന് ഇത്രയും അപമാനിച്ചത് എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയാണ് അല്ലേ. നമുക്കും കൂടി ആ ചെക്കനെ ഇഷ്ടമാണ്, ചെറിയ ചെക്ക. അത് നമുക്ക് നമ്മള് മക്കള് തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂലേ? അത് വയസ്സുള്ള ആളൊന്നും അല്ലല്ലോ, ചെറിയ മോനല്ലേ അത്. അതിനെ ഇങ്ങനെ ഇട്ടിട്ട് ഈ കളവന്മാർ, അയാൾ പറഞ്ഞ മാതിരി ഈ കളവന്മാർക്ക് വരണം. ഇനി എത്ര കാലമായി കളവന്മാർക്ക്? ഈ സതീശൻ എന്ന് പറയുന്നത് അവന്റെ ഭാര്യയും ഒരു മോളേ ഉള്ളൂ. ആ മോളെയും കളഞ്ഞിട്ട് ഈ ഒരുത്തിയുടെ പുറകെ പോയി അവളെ കെട്ടാനായിട്ട് നോക്കി ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ചത്. എന്നിട്ട് നിങ്ങളെ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ ഉമ്മൻചാണ്ടി. പാവം, നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉമ്മൻചാണ്ടിയുടെ. ആ ഉമ്മൻചാണ്ടിയെ തന്നെ തേൻകണി വെച്ചവരാണ് ഈ സതീശൻ. അന്നും ആ പാവത്തിനെ ഇല്ലായ്മ ചെയ്തു. ഇന്നിതാ ഇപ്പൊ ഈ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്തിട്ട് ഞാനൊരു BJP-ക്കാര്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള BJP ആണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കും പാർട്ടി ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം BJP-നാണ്, കോൺഗ്രസിന് അത്ര ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക്, പക്ഷെ ഞാൻ ഈ പ്രോഗ്രാം എപ്പോഴും വെക്കും. എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത്, നിങ്ങൾ പറയുന്നത് അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പൊ ഇല്ല, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഈ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും ഇവർക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ കോൺഗ്രസ് എന്തിനാ വെറുതെ. ഒരു BJP-ക്കാരി അമ്മ തന്നെ പറയുക, രാഹുല് ശക്തനായിട്ട് പാലക്കാട് മത്സരിച്ചാൽ രാഹുൽ പാലക്കാട് ജയിക്കില്ലേ? ജയിക്കും ഇല്ലേ? പക്ഷെ ഈ പൊട്ടന്, ഈ കേക്കച്ചന്, ഈ പഴയ മണി ചെയ്ത ടിപ്പുകാരന് മാത്രം മനസ്സിലാകുന്നില്ല. അതുകൊണ്ടല്ലേ ഇവനെ ജനങ്ങൾ എടുത്ത് വലിച്ചു കീറുന്നത്. അതെ. എന്താന്ന് വേറെ ഒരു വിഷജീവി ഉണ്ടല്ലോ. ഏതാ? പോട്ടത്തിലെല്ലാം നിങ്ങളെ പോട്ടത്തില് കണ്ടിന് കുറെ എണ്ണത്തിനാ. ഇതിപ്പോ ഈ കോൺഗ്രസിൽ തന്നെ മറ്റേ മുണ്ട് പറിച്ചു ഓടിച്ചവനാണോ? ഉണ്ണിത്ത, എന്റെ ദൈവമേ,
അതിനല്ല എന്ത് കാര്യത്തിനാ വരുന്നെന്ന് എനിക്കറിയാം. അവന് ലോക ആഭാസൻ പട്ടം കിട്ടിയ ബഹുമതി കിട്ടിയ ആഭാസനാണ് ഇവനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വയസ്സുകാലത്ത് തന്നെ അയാൾക്ക് ആ പേര് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ ചെക്കന് അന്നവൻ ഉടുകൊണ്ട് പോലും ഇല്ലാതിരുന്ന അവനെ ചവിട്ടിക്കുട്ടി ജീപ്പിനിടെ ഇരുത്തി കൊണ്ടുവന്ന് കണ്ടില്ലേ മഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയില്. അവനാണ് ഇവിടെ ചരിത്ര പ്രസംഗമായിട്ട് നടക്കുന്നത് ഇപ്പം. നമ്മളെ കണ്ണൂരിലെ ഇരുതല മൂരി വിളിക്കുന്നത് തന്നെ, ഇരുതല മൂരി അയാളുടെ പേര് നമ്മളിട്ട പേരാണ്. അതെ. എന്നിട്ട് ഈ ചെറിയൊരു ഞാൻ എപ്പോഴും നിങ്ങളെ പ്രോഗ്രാം കാണും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. കോൺഗ്രസിനെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് മാങ്കൂട്ടത്തിനെ ഇഷ്ടം. ഓക്കെ. പക്ഷേ അതൊക്കെയാണ് വി ഡി സതീശന്റെ ഒക്കെ പ്രശ്നം. അവനെ എല്ലാരും ഇഷ്ടപ്പെടുന്നു. അവനുള്ള ഈ ജനസമ്മതി, അവൻ കയറി വന്നാൽ ഇവനെയൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ അവിടുത്തെ മറ്റേ ടോയ്ലറ്റ് കഴുകാൻ നിർത്തിക്കും സതീശനെയൊക്കെ. KPCC ഓഫീസിലെ ഇവർ നിർത്തുന്നില്ല ഇപ്പൊ ആ കുട്ടീനെ നിർത്തുന്നില്ല. അന്നേരം നിർത്തിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വപ്നമെല്ലാം തകരത്തില്ലേ? അന്നേരം അതുകൊണ്ട് ഇത്രയും ഈ തേൻകണിയും പരിപാടിയൊക്കെ വെച്ചത് വെറുതെ ആയി പോകത്തില്ലേ? നാണം കെട്ട് പോകത്തില്ല? അന്നേരം അവന്മാരുടെ വാശി ജയിക്കാൻ വേണ്ടി അവന്മാർ രാഹുലിനെ നിർത്തത്തില്ല. അതോടുകൂടി ഇവന്മാരുടെ അധോഗതി. അല്ല, അന്നേരം ഈ കുട്ടി എന്താ ചെയ്യാ? ആ കുട്ടീനെ എന്താ ചെയ്യിക്കുക നിങ്ങള്? യഥാർത്ഥത്തിൽ അവനൊരു ഈ പാർട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു നേതാവാണ്. അവനെ ഇത്രയും ദ്രോഹിച്ചിട്ട് പോലും അവൻ ഈ പ്രസ്ഥാനത്തിനെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവൻ ഇപ്പോഴും അവൻ എന്തെങ്കിലും സംസാരിച്ചാൽ, ഈ നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും അവൻ സംസാരിച്ചാൽ ആ പാർട്ടിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി അവൻ സഹിച്ച് മിണ്ടാ നിൽക്കുക. നമ്മളുടെയൊക്കെ പ്രതീക്ഷ ഈ അവസാന നിമിഷം അവന്മാർ ഇവനെ നിർദാക്ഷിണ്യം ഇവന്മാർ ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ ഈ നാശങ്ങളെ സഹായിക്കാൻ പാടില്ല. ഈ നശിച്ച ജാതികളെ സഹായിക്കാൻ പാടില്ല. ജയിച്ചിട്ട് സ്ഥാനാർത്ഥി. നമുക്ക് ഈ നമ്മുടെ ഈ മറ്റേ തേൻകണി സതീശന്റെ തേൻകണി യാത്ര കാണുമ്പോ എന്ത് തോന്നുന്നു? ഇതുകൊണ്ട് കോൺഗ്രസിന് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനമില്ല. എനിക്ക് അയാളെ കാണുന്നതന്നെ ഇഷ്ടമല്ല. അയാളെ എന്താന്ന് ആമത്തലേന അത് തന്നെയാണ് അയാൾ പറഞ്ഞല്ലോ. ശരിയാണ്, പറഞ്ഞത് ശരിയല്ല. ഇതെല്ലാം കോൺഗ്രസ്സുകാരാ പറയുന്നത്, മറ്റേ നിങ്ങളുടെ ആളുകളൊന്നും അല്ല പറയുന്നത്. അയാള് അദ്ദേഹം ഭയങ്കര ഒരു മുതിർന്ന കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ തട്ടിക്കെട്ട് പറഞ്ഞതാണ് അതൊക്കെ. അല്ല, ഇപ്പൊ ഞാനും എനിക്ക് ഇപ്പൊ ഞാൻ വേറെ ആണെങ്കിലും കൂടി എനിക്ക് രാഹുലിനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ പ്രോഗ്രാം എപ്പോഴും കാണുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ പ്രോഗ്രാം കേൾക്കാനും എല്ലാം എനിക്ക് ഇഷ്ടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.